സംവാദാത്മകമായി വിവിധ വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈവനിംഗ് ഡിബേറ്റ് തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ വയനാടിന് ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര നിലപാട്, ഒപ്പം കേരളത്തെ നിരന്തരം അപമാനിക്കുന്ന കേന്ദ്ര നിലപാട്, ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള എംപിമാർ തീർത്തതും അതടക്കമുള്ള വിവരങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് റിപ്പോർട്ട് കാണാം. വയനാടിന് ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കേരളത്തിലെ എംപിമാർ. ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യവും ബാനറുകളും ഉയർത്തിയായിരുന്നു ഇന്ന് പാർലമെൻറ്റിൻ്റെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കേരളത്തെ ബോധപൂർവം അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. കാലത്തും രക്ഷാപ്രവർത്തനത്തെയും കേന്ദ്രം കച്ചവടമാക്കി മാറ്റുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പിയും തുറന്നടിച്ചു. ആദ്യ റിപ്പോർട്ട്. Kerala is part of India. 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 Kerala wants justice. Kerala wants justice. Kerala wants justice. Kerala wants justice. വയനാടിന് കേന്ദ്ര സഹായം അവഗണിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ തുക തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പാർലമെന്റിന് പുറത്തേക്കും കേരളത്തിലെ എംപിമാർ പ്രതിഷേധം കടുപ്പിച്ചത്. ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യമുയർത്തി ഇടത് വലത് എംപിമാർ ബാനറുകളും മുദ്രാവാക്യവിളികളുമായി പ്രതിഷേധം തീർത്തു. കേരളത്തോടുള്ള അനീതി തുടരുകയാണെന്നും 3.5 കോടി മലയാളികളെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ എം പിയും തുറന്നടിച്ചു. കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ചെയ്തൊരു കാര്യമല്ല. അത് ബോധപൂർവം തന്നെ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റ് ഇന്ന് പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. ദുരന്തം നേരിടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം നിന്നും കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുകയല്ലേ ഇത് ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്തത്. ദുരന്തത്തോടുള്ള കേന്ദ്ര സമീപനം രാഷ്ട്രീയമാണെന്ന വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു. Here in Wayanad, the whole country has seen the devastation and the pain and the suffering of people. And yet, just because of politics, in both cases, the central government is refusing to do what is due to the victims. It is their due. They are citizens of India. ദുരിതകാലത്തെയും രക്ഷാപ്രവർത്തനത്തെയും ഒരു കച്ചവടമാക്കി കേന്ദ്രം മാറ്റുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി തുറന്നടിച്ചു. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സൈനികർക്ക് സല്യൂട്ട് നൽകിയാണ് കേരള ജനത ആദരിച്ചത്. ആ സല്യൂട്ടിന്റെ പണം പോലും കേന്ദ്രം പിടിച്ചു വാങ്ങിയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. വ്യോമസേനയുടെ സേനാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയ സ്നേഹ വായ്പ നമ്മളെല്ലാം ശ്രദ്ധിച്ചുള്ളതാണ്. ഈ വ്യോമസേനയ്ക്ക് നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള ജനത. ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി, അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു കണക്കിന് ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളം നന്നാവരുതെന്നാണ് കേന്ദ്ര നിലപാടെന്ന് വി ശിവദാസൻ എം പി. കേരളവും ഇന്ത്യയിലാണ് എന്ന കാര്യം യൂണിയൻ ഗവൺമെൻറ് വിസ്മരിച്ചു പോകരുത് എന്നുള്ളതാണ്. കേരളത്തെ പരിപൂർണമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും അവഗണിച്ചുകൊണ്ട് പോകുന്നതിനെതിരായിട്ടാണ് ഇവിടെ ബ്രിട്ടാസ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാവരും ഒന്നുചേർന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നുചേർന്നുള്ള ഒരു സമരത്തിന് മുഖ്യമന്ത്രിയും ആഹ്വാനം ചെയ്തത്. വയനാട് വിഷയം വരും ദിവസങ്ങളിലും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് കേരള എംപിമാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സിബി, കേന്ദ്രത്തിൻ്റെ ഈ കേരളത്തോടുള്ള അവഗണന അത് ക്രൂരമാണ്. ഇവിടെ എം പിമാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ പോലും കോളനിയായ ഇന്ത്യയോട് ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തോട് ചെയ്യുന്നത്. സർവ്വരാഷ്ട്രീയവും നോക്കുന്നു. പ്രളയത്തിനടക്കം എയർലിഫ്റ്റ് ചെയ്തതിൻ്റെ പൈസ തിരികെ ചോദിക്കുന്നു. ഒപ്പം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ അവിടെ അതുതന്നെയാണ് നടത്തുന്നത്. സർവോപരി വയനാട് ദുരന്തം, 3 ഗ്രാമങ്ങൾ ഒലിച്ചുപോയ നടപടി, അവിടെയും കേന്ദ്രം അതേ ക്രൂരത തന്നെയാണ് കേരളത്തോട് കാണിക്കുന്നത്. ഇന്ന് പ്രതിഷേധം ആഞ്ഞടിക്കുകയായിരുന്നു കേന്ദ്രത്തിനെതിരെ, അല്ലേ? തീർച്ചയായും അജിംഷാദ് അത് തന്നെയായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, കേരള സർക്കാരിനോട് കേന്ദ്രം രാഷ്ട്രീയമായി എല്ലാ രീതിക്കും അവഗണന തുടരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ആ സമയത്ത് ദുരന്തമുഖത്ത് പോലും ആ ഒരു അവഗണന അല്പം പോലും മനുഷ്യത്വമില്ലാതെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിലെ എം പിമാർ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ന് പാർലമെൻറ്റ് കവാടത്തിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വയനാടിന് വേണ്ടി ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കേരളത്തിലെ ഇടത് വലത് എം പിമാർ ഒപ്പിട്ട ഒരു നിവേദനം നൽകുകയും വയനാടിൻ്റെ ദുരിതത്തെക്കുറിച്ച് വീണ്ടും സഹായത്തെക്കുറിച്ചെല്ലാം തന്നെയും
ആവർത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു മെമ്മോറണ്ടം നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിന് നൽകിയ മറുപടിയിലും കേരളത്തിന് ഒരു രൂപ പോലും നൽകാനാവില്ല എന്ന് അസന്നിഗ്ധമായി അറിയിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോൾ ഈ പാർലമെൻറ്റിനകത്ത് മാത്രമല്ല പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്നാൽ ഇന്നിപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എല്ലാ നിലയും കേരളത്തിലെ എംപിമാർ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർത്തു. പ്രത്യേകിച്ച് അവിടെ കെ രാധാകൃഷ്ണൻ എം പി അടക്കം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഈ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആ ചുരുങ്ങിയ സമയത്തിൽ എല്ലാ നിലയും അദ്ദേഹം വയനാട് വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് ഈ ദുരന്ത നിവാരണ ബില്ലിന്മേൽ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതി കൂടിയുണ്ടായി. അങ്ങനെ കേരളത്തോടുള്ള അവഗണന കൃത്യമായി ലോക്സഭയിലും രാജ്യസഭയിലാകട്ടെ ചട്ടം 267 പ്രകാരം എല്ലാ നിലയും നിരവധി തവണ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള മറ്റ് പല എം പിമാരും യുദ്ധത്തിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു. അങ്ങനെ പാർലമെന്റ് അകത്തും പുറത്തും ഈ ഒരു വിഷയം പലതവണയായി കേരളത്തിലെ എം പിമാർ യുദ്ധത്തിൽ നടത്തിയിട്ടും ഒരു രൂപ പോലും ധനസഹായം നൽകാത്ത ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതൊരു തരംതാണ രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ നിന്ന് 2 BJP അംഗങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി അടക്കമുള്ള 2 മന്ത്രിമാർ ഉണ്ട്. തീർച്ചയായും ആ വിഷയം കൂടി, അതായത് ഈ കേന്ദ്രത്തിൻ്റെത് ഇന്നിപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതായത് കെ രാധാകൃഷ്ണൻ എം പിയും ജോൺ ബ്രിട്ടാസ് എം പിയും ശിവദാസൻ എം പിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരൊക്കെ പറഞ്ഞിരുന്ന പൊതുവായ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയം നോക്കി അവകാശപ്പെട്ട പണം, ഇത് ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം 1 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ 40 പൈസയോളം മാത്രമേ കേരളത്തിന് തിരികെ നൽകുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് 1 രൂപയ്ക്ക് പകരം 3 രൂപയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെയുണ്ട്, അതിൻ്റെ തെളിവുകൾ വസ്തുതാപരമായി അവിടെയുണ്ട്. കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന പണം അതാണ് കേരളത്തിന് അവകാശപ്പെട്ടത്, അത് ഔദാര്യമല്ല. ഔദാര്യമായി കേന്ദ്രം ധരിക്കേണ്ട. ഈ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്ന അധികാര ദുർവിനിയോഗത്തിനെതിരായി കൂടിയുള്ള ശബ്ദം അവിടെയുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിബി, ഞാൻ തിരിച്ചെത്താം. അതായത് സിബിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടാണ്. അതായത് വയനാടിന് കേന്ദ്ര സഹായം എന്ന ആവശ്യം, ആ ആവശ്യത്തിന്മേൽ ഈ കേന്ദ്രം കാണിക്കുന്ന നിരാസം, കേന്ദ്രം കാണിക്കുന്ന അവഗണന, അതൊരു പക്ഷേ ഒരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് ബോധ്യമാകുന്നത് കേരളത്തിലെ തന്നെ എം പിമാർ, BJP കേരളക്കാരായ മലയാളികളായ എം പിമാർ നടത്തുന്ന BJPക്കാരായ എം പിമാർ നടത്തുന്ന പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. അത് ജോൺ ബ്രിട്ടാസ് എം പിയും പറഞ്ഞു. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള കനിമൊഴി പോലും, തമിഴ്നാട് എം പിയായ കനിമൊഴി പോലും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ എം പി, കേരളത്തിൻ്റെ എം പിയായ സുരേഷ് ഗോപി അവിടെ ഇരുന്ന് കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. വലിയ വിമർശനമാണ് ആ പരിപാടിയോട്, ആ നടപടിയോട്, സുരേഷ് ഗോപിയുടെ നടപടിയോട് എതിർപ്പുണ്ടായത്. വലിയ വിമർശനമാണ് ഉയർന്നത്. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളിൽ നിന്ന് നല്ലതൊന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി തുറന്നു പറഞ്ഞു. ആ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം. கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க 2 கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து கையை വിരിക്കறாங்க. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു തമിഴ്നാട് തൂത്തുക്കുടി എം പിയായ കന്നിമൊഴിയെ സുരേഷ് ഗോപി പരിഹസിച്ചത്. വിദ്യാഭ്യാസ, ജനസംഖ്യാ നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങളിൽ തമിഴ്നാടും കേരളവും കൈവരിച്ച നേട്ടം ചൂണ്ടിക്കാട്ടിയപ്പോൾ സുരേഷ് ഗോപി എം പി 2 കൈകളും മലർത്തി ആംഗ്യഭാഷയിൽ കളിയാക്കി ചിരിക്കുകയായിരുന്നു. കേന്ദ്രവും ഇതേപടിയാണ് കൈമലർത്തുന്നതെന്ന് പ്രതികരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തമിഴ്നാട് എം പിയും തിരിച്ചടിച്ചു. വയനാട് വിഷയത്തിൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. BJP എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം പി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. വയനാട് വിഷയം കേരളത്തിലെ എം പിമാർ നിരവധി തവണ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടും ഇതുവരെ ലോക്സഭയിൽ സുരേഷ് ഗോപി ശബ്ദിച്ചിട്ടില്ല. നേരത്തെ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ കൈരളി ന്യൂസിനോട് തട്ടിക്കേറിയ സുരേഷ് ഗോപി ധനസഹായത്തിന് സമയമായില്ലെന്നായിരുന്നു മറുപടി നൽകിയത്. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ, ജനങ്ങളോട് പറയും. അത് എൻ്റെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ വക്താക്കൾ, നിയോഗിക്കപ്പെട്ട വക്താക്കൾ പറയും. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദുരന്തം നടന്ന 4 മാസമായിട്ടും 1 രൂപ പോലും ധനസഹായം ലഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത കേരളത്തിൽ നിന്നുള്ള 2 BJP അംഗങ്ങൾക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നു കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.
തീർച്ചയായും വലിയ വിമർശനം, കേരളത്തെ അപമാനിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുന്നത് സുരേഷ് ഗോപി അടക്കമുള്ള BJP MP-മാർ കൂടി, അതായത് മലയാളികളായ MP-മാർ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അപഹാസ്യ ചിത്രമായി ഉയരുന്നത്. സിബി ജോസഫ് തന്നെ ചേരുകയാണ്. സിബി, ഈ സുരേഷ് ഗോപിയുടെ നെറികെട്ട പ്രവൃത്തി കേരളത്തെ അപമാനിക്കലാണ്. നോക്കൂ, സ്വന്തം കുഞ്ഞിനായി സംസാരിക്കേണ്ടയാൾ BJP MP അവിടെ ഇരുന്ന് കേരളത്തെ കളിയാക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ സഹോദര സംസ്ഥാനത്തിലെ കനിമൊഴി കേരളത്തിനായി ശബ്ദമുയർത്തുന്നു. അപ്പോഴാണ് പരിഹാസ ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ കാണിക്കുന്നത് സുരേഷ് ഗോപി അവിടെ ഇരുന്ന്. അപ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കാര്യമല്ല, അത് BJPയുടെ ബോധപൂർവമായ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. ആ ഓരോ അംഗചലനങ്ങളും സുരേഷ് ഗോപിയുടെ. സിബി ജോസഫ്, ബ്രിട്ടാസ് സാർ, ജോൺ ബ്രിട്ടാസ് MP ഇന്നത് പറഞ്ഞു. തീർച്ചയായും അജിം ഷാദ് തന്നെയാണ്. കാരണം കേരളത്തിലുള്ള BJPയുടെ ആ ഒരു മനോഭാവവും നിലപാടുമാണ് ഇപ്പോൾ സുരേഷ് ഗോപി MPയുടെ ആ ഒരു ആംഗ്യ ഭാഷകളുടെയും ആ കൈമറത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് അന്ന് തൂത്തുക്കുടി MP കൂടിയായ കനിമൊഴി അവർ ദുരന്ത നിവാരണ ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുകയും ആ സമയത്ത് തമിഴ്നാട്ടിലുണ്ടായ സൈക്ലോണും കേരളത്തിലുണ്ടായ കാര്യങ്ങളും അതുകൂടാതെ ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പോൾ കൈവരിക്കുന്ന നേട്ടങ്ങളും വിദ്യാഭ്യാസ മേഖലയിലും ജനസംഖ്യാ നിയന്ത്രണ കാര്യത്തിലെല്ലാം തന്നെയും കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴായിരുന്നു കൈമലർത്തിക്കൊണ്ട് സുരേഷ് ഗോപി അവരെ പരിഹസിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. പക്ഷേ അതിന് കൃത്യമായ ഒരു ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ കൃത്യമായി കനിമൊഴി അപ്പോൾ തന്നെ മറുപടി നൽകുകയും ചെയ്തു. നിങ്ങൾ എങ്ങനെ കൈമലർത്തുന്നു ആ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഞങ്ങളോട് കൈമലർത്തുന്നത്, അല്ലെങ്കിൽ കേരളത്തോടും തമിഴ്നാടും എല്ലാം നിലയും കൈമലർത്തുന്നതെന്ന് കൃത്യമായൊരു മറുപടിയും അവർ നൽകുകയും ചെയ്തു. എന്തായാലും ഈ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ തന്നെ നേരിട്ട് ദില്ലിയിൽ വെച്ച് സുരേഷ് ഗോപിയുടെ കാര്യം ചോദിച്ചപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇതിൽ കുത്തിത്തിരിപ്പുമായി വരരുത്, റിപ്പോർട്ട് കിട്ടട്ടെ, പഠിക്കട്ടെ, എന്നിട്ട് സഹായിക്കാം, ഇപ്പോൾ സമയമായില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ 4 മാസമായിട്ടും ലോക്സഭയിൽ അതിനുശേഷം പല തവണ സുരേഷ് ഗോപി ഇപ്പോൾ കഴിഞ്ഞ ഈ 10-20 ദിവസമായി ലോക്സഭയിൽ ഇത്തരത്തിൽ ശീതകാല സമ്മേളനം നടക്കുകയാണ്. ഒരു ദിവസം പോലും വയനാടിന് വേണ്ടി ശബ്ദിക്കാനോ സ്വരമുയർത്താനോ സഹായം ആവശ്യപ്പെടാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJPയുടെ കൃത്യമായ രാഷ്ട്രീയമായ തരംതട രാഷ്ട്രീയ അജണ്ടയുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഇത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. എന്തായാലും ഈ കാര്യം എല്ലാ നിലയും സോഷ്യൽ മീഡിയ എല്ലാ നിലയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കനിമൊഴിയുടെ ആ ഒരു കനിമൊഴി സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ അത്തരത്തിലുള്ള പരിഹാസങ്ങളെല്ലാം നിലയും കൃത്യമായി സോഷ്യൽ മീഡിയ അടക്കം വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലുള്ള BJPയുടെ എന്ത് നിലപാടാണോ ആ നിലപാടാണ് സുരേഷ് ഗോപിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുവരെയും 4 മാസമായിട്ടും ഒരു രൂപ പോലും ധനസഹായം ലഭിക്കാനോ ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇടപെടൽ നടത്താനോ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അജിം ഷാദ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത ഇവിടെ നോക്കൂ, സിബി സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം സുരേഷ് ഗോപി അത്തരത്തിൽ ആംഗ്യം കാണിക്കുമ്പോൾ ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും കാട്ടുന്നത്, കേരളത്തോടും മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളോടും കാട്ടുന്നതെന്ന് കനിമൊഴി അന്നേരം തന്നെ തിരിച്ച് അടിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, ഈ സിബി അടക്കം ഉള്ള മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ഈ കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ആരായുമ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത്, കേരളത്തിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് അത് പ്രധാനമന്ത്രിയോടല്ല മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് അത് കഴിഞ്ഞ് നിങ്ങളോട് പറയാൻ സൗകര്യപ്പെടില്ല എന്ന് പറയുന്നു. എന്നിട്ടാണ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അവിടെ നിന്ന് കോക്കറി കുത്തുന്നത്. കേരളത്തിൻ്റെ ജീവൽ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഈ തൃശ്ശൂരുകാരൻ MP, ഈ തൃശ്ശൂരിലെ MP സിബി. തീർച്ചയായും അജിം ഷാദ് അതിനാണ്. കാരണം കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രതീക്ഷയോടെ ചിലപ്പോൾ ഒരുപക്ഷെ തൃശ്ശൂർ ജനത പോലും കണ്ടിരിക്കാം. പക്ഷെ അവരെ പോലും നോക്കൂത്തിയവരായി അവരെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടാകുന്നത്. എന്തായാലും സുരേഷ് ഗോപിയോട് നമ്മൾ ഈ കാര്യം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം നിങ്ങൾ കുത്തിത്തിരിപ്പുമായി വരികയാണോ, നിങ്ങൾ കൈരളി ചാനലിലെ ആളല്ലേ, അതല്ലെങ്കിൽ ഇതിന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗവർണർ ആരിഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വയനാട് വിഷയം തന്നെയാണെന്നാണ് തോന്നുന്നത്. അതിലേക്ക് even that has not been done. So what to do? Sir, yesterday Air Force has written to Kerala Chief Secretary seeking fund from Kerala 137 crore from the first flood like in 2018 from the rescue relief operations.
and the Air Force expenses, and the state government is saying that now already no money is getting from the central side, and at the same time Air Force is seeking money from state. No, I am not aware of this, but I know one thing, that there are certain, they do not charge for the rescue and relief operation. There must have been something else. There are certain other heads. Fuel expenses kind of. There are certain other heads. Maybe under the rules they have asked for it, but this position can be explained. Sir, there is also one point that Tamil Nadu got the fund, but not Kerala, and why is that? I think the answer has been given by the Honorable High Court, because they have not been able to give the data even to the Honorable High Court. After all, it is. So you are saying about that PDNA? I am not aware. I do not know the details, but I know one thing, that in a case relating to rehabilitation of the Wayanad victims, government could not provide data even to the Honorable High Court. So if you are not able to provide the data, the government procedures require some information to be submitted. Sir, what's clarification? Because already just you told that the government, state government have money for rehabilitation. They are not using. I'm not saying that. I'm merely saying that Honorable Prime Minister has said that money is no problem as far as the rehabilitation is concerned. But you will have to follow certain procedure. You have not been able to provide data even to the Honorable High Court. Only thing I'm saying is that we should believe, if Prime Minister says money will not be a constraint in the rehabilitation of the victims of the Wayanad landslide. The recent days, some conflicts between the student organization inside the camp. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അവെയറല്ല, അദ്ദേഹത്തിന് അറിയില്ല. അതായത് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ അമെൻമെൻറ്റിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതേക്കുറിച്ചും അദ്ദേഹത്തിന് അവെയർനെസ് ഇല്ല. പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ, ഇത്തരത്തിൽ പണം ഒരു പ്രശ്നമല്ല, പക്ഷേ സർട്ടൻ പ്രത്യേക ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണമെന്ന്. അതായത് കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപി കാട്ടിയ ആംഗ്യത്തിൻ്റെ പരിഷ്കൃതമായ മറ്റൊരു ഭാവം എന്നതല്ലാതെ ഗവർണർ പറഞ്ഞതിൽ മറ്റൊന്നുമില്ല. കാരണം ഈ സംസ്ഥാനം അതിൻ്റെ എല്ലാവിധ പ്രൊസീജിയറിലൂടെയും കടന്നു പോവുകയാണ്. അത് അദ്ദേഹം പറഞ്ഞതിൽ ഫാക്ച്വൽ എററുണ്ട്. കാരണം കോടതിയെ അടക്കം ഡാറ്റകൾ നൽകുന്നതിൽ തെറ്റിയെന്ന്, കോടതിക്കടക്കം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നൽകി. അമിക്കസ് ക്യൂറി അടക്കം പറഞ്ഞ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിലുണ്ട്, അത് പബ്ലിക് ഡൊമൈനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവർണർ പറയുന്നത് എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സിബി ജോസഫിലേക്ക് വരികയാണ്. സിബി, ഇവിടെ എയർലിഫ്റ്റ് ചെയ്ത 138 കോടി പോലും തിരികെ ചോദിക്കുന്നത് ഈ സഹായമൊന്നും തരാതെ, അത് തെറ്റല്ലേ എന്ന ചോദ്യത്തിനടക്കമാണ്. സുരേഷ് ഗോപി കാണിച്ച ആംഗ്യത്തിൻ്റെ മറ്റൊരു ഭാഷയായി ഒരു BJP വക്താവായി ഗവർണർ ഒടുങ്ങുന്നു എന്ന LDFിൻ്റെ ഒക്കെ വാദം ശരിവെക്കുന്ന തരത്തിലാണ് ഏറ്റവും പുതിയ ഇപ്പോഴത്തെ പ്രതികരണവും നമ്മൾ കേട്ടത്. സിബി, തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ ഗവർണറിൽ നിന്നും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ നീതി പറയുന്ന അദ്ദേഹം. അതെ, പത്രങ്ങൾ പോലും തിരുത്തുന്ന ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വിശദീകരണം വേണം. കൊടകര കുഴൽപ്പണം പോലീസ് അടക്കം കണ്ടെത്തുന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ എത്രയോ ഫാക്ച്വൽ എററാണ്. കേരളം അതിൻ്റെ പ്രൊസീജിയറുകളിലൂടെ 1, 2, 3, 4 ഘട്ടങ്ങളിലൂടെ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചതാണ്. പുതിയ അമെൻമെൻറ്റ് പ്രകാരം വന്ന PDMA ആക്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം അവിടെയില്ല. കാരണം ഇവിടെ ദുരന്തം നടന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു അമെൻമെൻറ്റിലേക്ക്, ഈ പോസ്റ്റ് ഡിസാസ്റ്റർ അമെൻമെൻറ്റിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ പോകുന്നത്. അതൊക്കെ ചെയ്യണമെന്നത് ഈ ദുരന്തത്തിൻ്റെ സമയത്ത് പ്രായോഗികവുമല്ല. ഇതൊക്കെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടുത്തിയതാണ്, നേരിട്ട് ഇവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെടുത്തിയതാണ്. മറ്റ് നിവേദനങ്ങളിലൂടെ അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് തന്നെ ഘട്ടം ഘട്ടങ്ങളായി നൽകിയതാണ്. ഇതൊക്കെയാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചില്ല, അതിൻ്റെ പ്രൊസീജിയറിലൂടെ കടന്നുപോയില്ല. പണം ഒരു പ്രശ്നമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, പക്ഷേ അതിൻ്റെ പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകണം. അതായത് സംസ്ഥാനത്തിൻ്റെ കുറ്റമത്രേ, ഈ പണം കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കാതെ സംസ്ഥാനത്തിൻ്റെ കുറ്റമത്രേ എന്ന രീതിയിലാണ് ഗവർണർ ഇപ്പോഴും പ്രതികരിക്കുന്നത്.
ജിംഷാദ്, നമുക്കറിയാം ഈ ഒക്ടോബർ മാസമാണ് 3 സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്ത്, മണിപ്പൂർ, അതോടൊപ്പം തന്നെ തീർച്ചയായും ഞാൻ ഇപ്പോൾ നമ്മോടൊപ്പം വലത് നിരീക്ഷകൻ കൂടിയായ മിഥുൻ വിജയകുമാർ കൂടിയുണ്ട്. ഞാൻ മിഥുൻ വിജയകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൂടി കേൾക്കുന്ന തരത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതും ഇന്നലെ സുരേഷ് ഗോപി കാട്ടിയതുമായ ആംഗ്യം, അതിന് ഇന്ന് ബ്രിട്ടാസ് മറുപടി നൽകിയതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മിഥുനിലേക്ക് വരാം. തീർച്ചയായും ശ്രീ മിഥുൻ, കേൾക്കാമോ താങ്കൾക്ക്? എനിക്ക് താങ്കളുടെ ശബ്ദം കേൾക്കാം. അതെ, ഞാൻ അദ്ദേഹം ജോൺ ബ്രിട്ടാസ് പറഞ്ഞ അടക്കം കേൾപ്പിക്കുക. അതായത് ഈ വയനാടിന് സഹായം നൽകുന്നില്ല എന്നൊരു വസ്തുത ഉയർത്തി കേരളത്തിൽ നിന്നും MP കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധമുയർത്തി. ഇതിനേക്കാളൊക്കെ ഒരു വലിയ തമാശ, വലിയൊരു അപഹാസ്യമായി കേരളത്തെ അപഹസിക്കുന്നതായി തോന്നിയത്, കനിമൊഴി എന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള MP കേരളത്തിൻ്റെ ഈ വിഷയം ഉയർത്തിക്കാട്ടുമ്പോൾ പാർലമെൻറ്റിൽ അപ്പുറത്തെ വശത്തിരുന്ന് സുരേഷ് ഗോപി ആംഗ്യം കാണിക്കുകയാണ്. അത് വലിയ വിമർശനം ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള ഒരു MP കേരളത്തിന് സഹായം അഭ്യർത്ഥിക്കണമെന്ന് തമിഴ്നാട് MP പറയുമ്പോൾ അപമാനിക്കുന്ന വാക്കുകൾ, ആംഗ്യങ്ങൾ കാട്ടുന്നു. എങ്ങനെയാണത് ശരിയാവുന്നത്? അതൊരു മലയാളി എന്ന നിലയിൽ മിഥുൻ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ താങ്കളുടെ ചോദ്യത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധി എന്നൊരു MP വയനാടിനുണ്ടായിരുന്നു. ഈ MP-യുടെ അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പാർലമെന്റിൽ ഏറ്റവും കുറഞ്ഞ അറ്റൻഡൻസ് ഉണ്ടായിരുന്ന ഒരു MP-ആണ്. അപ്പം വയനാടിന്റെ പ്രശ്നങ്ങൾ, വയനാട്ടിലെ ജനങ്ങളെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു MP ആയിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. ശരി, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോഴങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അല്ല, താങ്കൾ 2 ചോദ്യം ചോദിച്ചല്ലോ. പിന്നെ കനിമൊഴിയുടെ കാര്യം, കനിമൊഴി തമിഴ്നാട്ടിലെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലൊരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ കേരളത്തെ കുറിച്ച് അത്ര ബോധഡാവണ്ട. അവർ തമിഴ്നാട്ടിലെ ഏറ്റവും ചുരുങ്ങിയത് ചെന്നൈ എന്ന് പറയുന്ന നഗരത്തിലെ പ്രശ്നങ്ങളെങ്കിലും ഒന്ന് തീർക്കട്ടെ. കാരണം ഇത്രയും ആളുകൾ ജീവിക്കുന്ന, ഇത്രയും IT ഹബ്സ് ഉള്ള, ഇത്രയും IT ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു നഗരം, അവിടെ സാധാരണക്കാർക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോലും വീട്ടിനകത്ത് അടച്ചിരിക്കേണ്ട അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് ഓരോ നാടിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. മിഥുൻ ഒരാളുടെ ചെകിട്ടത്തടിക്കുമ്പോൾ ഈ അടിച്ചാളിന്റെ കൈ നൊന്നിട്ടുണ്ട് എന്ന് പറയുന്ന യുക്തിയാണ് താങ്കൾ ഫോളോ ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞു തമിഴ്നാട്ടിലെ MP അത് അടിച്ചാളിന്റെ ചെകിട്ടത്തടിച്ചാളിന്റെ കൈക്കും നൊന്നിട്ടുണ്ടാകും, വേദനിച്ചിട്ടുണ്ടാകും എന്ന യുക്തിയാണ് താങ്കൾ ഫോളോ ചെയ്യുന്നത്. അല്ലല്ല, ഞാനിവിടെ താങ്കളുടെ ചോദ്യത്തിന് കൃത്യമായ ആൻസർ പറഞ്ഞത്. കാരണം കനിമൊഴിക്ക് കേരളത്തിന്റെ പ്രശ്നത്തിൽ ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ കനിമൊഴി തമിഴ്നാട്ടിന്റെ കാര്യത്തിലും കൂടെ ആ വിഷമം കാണിക്കണം. ശരി, അതവിടെ നിൽക്കട്ടെ. താങ്കളുടെ വാദത്തിന് വേണ്ടി അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ ആരോ പറയട്ടെ, തമിഴ്നാട്ടിലെ MP അത് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള MP അറ്റ്ലീസ്റ്റ് അത് കേട്ടിരിക്കാതെ അതിനെ അപഹസിക്കുന്നത് എന്തിന്? സ്വന്തം കുഞ്ഞിന് വേണ്ടി സംസാരിക്കേണ്ട സുരേഷ് ഗോപി അവിടെ ഇരുന്ന് ആംഗ്യം കാണിക്കുന്നു. സഹോദര സംസ്ഥാനത്തെ MP ഈ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് അത്. മിഥുന് കാണാൻ കഴിയുന്നില്ലേ? ഞാൻ മിഥുനിലേക്ക് എത്താം. മിഥുൻ, ജോൺ ബ്രിട്ടാസ് MP-യുടെ ആ വിമർശനം കൂടി കാണാം. ഒപ്പം ഇപ്പുറത്ത് താങ്കൾക്ക് സ്ക്രീൻ കാണാമെങ്കിൽ സുരേഷ് ഗോപിയുടെ ആംഗ്യവും കാണാം. BJP MP കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ MP അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJP-യുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. മിഥുൻ, ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJP രാഷ്ട്രീയം കളിച്ചോട്ടെ, കക്ഷി രാഷ്ട്രീയം കളിച്ചോട്ടെ, കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ അവർ നിന്നോട്ടെ, അങ്ങനെ നിൽക്കണമല്ലോ. പക്ഷെ കേരളത്തിൻ്റെ ജനതയുടെ ഒരു പൊതു ആവശ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട BJP-യുടെ MP എന്ന നിലയിൽ സുരേഷ് ഗോപി കാട്ടേണ്ടത് അങ്ങനെയാണോ? അതൊരു മലയാളി എന്ന നിലയിലുള്ള സാമാന്യ നിരീക്ഷണം വേണ്ടതല്ലേ? ആംഗ്യങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ്? ഓരോ ആളുകളുടെ ആംഗ്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താ ഉദ്ദേശിച്ചത്? കൊള്ളാം, അതാണ് താങ്കൾ അടി കൊണ്ടവന്റെ അല്ല, അടിച്ചവന്റെ കൈയുടെ വേദനയെ സംബന്ധിച്ചുള്ള യുക്തിയാണ് പിന്തുടരുന്നത്. അല്ല, സുരേഷ് ഗോപി അപമാനിച്ച രീതിയിൽ എന്താ സംസാരിച്ചോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം സംസാരിക്കാൻ അവിടെ പറ്റില്ലല്ലോ, മൈക്ക് അലോട്ട് ചെയ്യണ്ടേ. പക്ഷെ ഒരാൾ സംസാരിക്കുമ്പോൾ കൈ കാട്ടുകയാണിരുന്ന്, ഒരാൾ സംസാരിക്കുമ്പോൾ കൈ കാട്ടുകയാണ്. ആ കൈ കാട്ടിയതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാമോ? കാരണം താങ്കൾ ആ അർത്ഥത്തെ അതിനെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അത് താങ്കൾ കാണണം. അതായത് ആ പറയുന്ന കാര്യത്തെ അപഹസിക്കുകയാണെന്ന് ബോധ്യമാകുന്നുണ്ട് ആ ആംഗ്യത്തിൽ. അല്ല, രണ്ട് കൈയും മലർത്തിയാണ് ചോദിക്കുന്നത്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ മിഥുനും അതേ BJP കക്ഷി രാഷ്ട്രീയക്കാർ പിന്തുടരുന്ന അതേ വാദമാണ്
ഒരു വലതുപക്ഷ നിരീക്ഷകനായ താങ്കളും പിന്തുടരുന്നത്? കാരണം കേരളത്തിലെ 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയത് അവർക്ക് 3 വാർഡാണ്. അവിടെ സഹായം ലഭ്യമാകുന്നില്ലാത്തതിന് അവർ സാങ്കേതികത പറയുകയാണ്. അവിടെ ബുദ്ധിമുട്ടുന്നത് പാവം ജനങ്ങളാണ്. എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ഒരു രാഷ്ട്രീയവുമില്ലാത്ത പാവം ജനങ്ങൾ. അവരിൽ നിന്നടക്കം പിരിച്ചുകൊണ്ടുപോകുന്ന പണത്തിൻ്റെ അവകാശമാണ് അവർ ചോദിക്കുന്നത്. അപ്പോഴവരോടാണ് ഇങ്ങനെ കൈമലർത്തുന്നത്. അത് ആംഗ്യങ്ങളിലൂടെ, വാക്കുകളിലൂടെ, അവഗണനയായി, നിഷേധങ്ങളിലൂടെ. ഒപ്പം എയർലിഫ്റ്റ് ചെയ്ത പൈസ അടക്കം ചോദിക്കുന്നു. എന്താണ് മിഥുൻ ഇത് കേരളത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ. സുരേഷ് ഗോപി അവിടെ ചിരിച്ചിട്ട് 2 കൈയും ഇങ്ങനെ പൊന്തിച്ച് കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇത് എന്താണ് പറഞ്ഞത് എന്ന രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്താണ് പറഞ്ഞത്? താങ്കളുടെ നിഗമനത്തിൽ എന്തായിരിക്കും? അല്ല, അത് സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആംഗ്യ ഭാഷയെ തന്നെ താങ്കൾക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു തരികയാണെങ്കിൽ അത് നമ്മുടെ മലയാളം സിനിമകളിൽ പോലും ഇത് എന്ത് എന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അദ്ദേഹം അവിടെ ഇട്ടത് എന്നാണ് ഞാൻ ഇത് കണ്ടിട്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. അതിലൂടെ അതിനെ മാത്രം വെച്ചുകൊണ്ട് താങ്കൾക്ക് ഒരു ചർച്ച പോലും നടത്താൻ മാത്രമുള്ള ഒരു വിഷയമാണോ ഇത്? ഒന്നാമത്തെ കാര്യം കേരളത്തെ സംബന്ധിച്ച വിഷയമാണ്. അല്ല ശരി, എനിക്ക് അവിടെ നിൽക്കട്ടെ. ഈ പണം നിഷേധിക്കുന്നതും 2019 എയർലിഫ്റ്റിംഗ് അടക്കമുള്ള പണം ചോദിക്കുന്നതും ഈ ദുരിതകാലത്ത് കേരളത്തോട് അത് ശരിയാണോ മിഥുൻ? അജിംഷാദെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിന് അർഹമായ സഹായം ലഭിക്കുന്നില്ല എന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ഇതിനു മുമ്പ് വന്നപ്പം കേന്ദ്രം കണക്ക് നിരത്തി കാര്യങ്ങൾ പറഞ്ഞപ്പം കേരളത്തിന്റെ വായ അടഞ്ഞു പോയിട്ടുണ്ട്. എവിടെ വായടഞ്ഞു? ഒരു വായു അടഞ്ഞിട്ടില്ല. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വേണ്ടപ്പെട്ട ഡോക്യുമെന്റ്സ് പോലും സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ അത് അമിക്കസ് ക്യൂറി സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാക്കി. അമിക്കസ് ക്യൂറി ഇതേ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അമിത്ഷാ അടക്കം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ മിഥുൻ. ഇത് ഒറ്റപ്പെട്ടതല്ല മിഥുൻ. മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല സമയത്തും കേരളത്തിന്റെ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. പാർലമെന്റില് വയനാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു MP അവിടെ ഉണ്ടായിരുന്നു. 50% താഴെ അറ്റൻഡൻസ് ഉള്ള ഒരു MP. എത്രയോ വർഷം അത് രാഹുൽ ഗാന്ധി. അത് ശരിയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന് രാഹുൽ ഗാന്ധിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് ഈ പാവം വയനാട്ടിലെ ജനവും കേരളത്തിലെ ജനവും അനുഭവിക്കണമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു പാർലമെന്റില് ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെന്റ് ചെയ്യുന്ന ആൾ അവിടെ വാ തുറക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ മിഥുൻ. അതൊക്കെ സാങ്കേതികത്വം മാത്രമാണ് മിഥുൻ. ഞാനും താങ്കളും ഒക്കെ മലയാളിയാണ്, കേരളത്തിൽ ജീവിക്കുന്നവരാണ്. ഞാനൊരു പ്രാദേശികവാദം ഉയർത്തുകയല്ല, മറിച്ച് അവകാശപ്പെട്ട വയനാടിന്റെ എന്ത് സഹായം, ഏത് രീതിയിലുള്ള സഹായം കുറഞ്ഞു പോയെന്നാണ്? ഏത് രീതിയിലുള്ള സഹായമാണ് നൽകിയത്? ഇതിന്റെ തുടക്കം മുതൽ പരിശോധിക്കൂ മിഥുൻ. ഇതിന്റെ തുടക്കം മുതൽ പരിശോധിക്കൂ. ആദ്യം റെഡ് അലർട്ട് നൽകിയെന്ന് ശ്രീ അമിത്ഷാ പറയുന്നു. അത് തെറ്റായിരുന്നു. പിന്നീട് ബോധ്യമാകുന്നു, അതിൽ നിന്ന് പിൻവാങ്ങുന്നു. കേരളത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തിലുള്ള അപാകതയാണെന്ന് റിപ്പോർട്ടുകൾ ചമർത്താനായി ഉള്ള വാർത്ത വരുന്നു. അത് പൊളിയുന്നു. പിന്നീട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പൊളിയുകയാണ്. ഇത്തരത്തിൽ പ്രൊസീജിയർ പാലിച്ചില്ല എന്നുള്ളത് തെറ്റാണെന്ന് അമിക്കസ് ക്യൂറി വരെ കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. വയനാട്ടില് വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പല ഡെവലപ്മെന്റ് പ്രോജക്ട്സും പ്ലാൻ ചെയ്യുന്ന നമ്മുടെ കേരള സർക്കാർ എപ്പോഴെങ്കിലും വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ? അതൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. അറിയാത്തതാണ് റിസർച്ചുകളൊക്കെ നടത്തുമ്പോ ഈ പാവം ജനങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കണം, അപ്പൊ മനസ്സിലാവും. ഒരു കാര്യം ചോദിക്കട്ടെ, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ടണൽ അത് എന്ത് അടിസ്ഥാനത്തിൽ അത് പ്ലാൻ ചെയ്തത്? കാരണം ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്റെ പൊന്നു മിഥുനെ ഈ 21 ദിവസം പെയ്യേണ്ട മഴ മണിക്കൂറുകൾ കൊണ്ട് പെയ്താൽ അത് ഏത് രാജ്യത്തും പ്രളയം ഉണ്ടാകും. അത് മണ്ണിന് താങ്ങാനാകില്ല. അങ്ങനെ ഒരു പ്രതിഭാസമാണ്, ഒരു മേഘവിസ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. അല്ല, താങ്കൾ എന്നോട് പറഞ്ഞല്ലോ IT റിസർച്ച് നടത്തുന്ന സമയം കൊണ്ട് ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ താങ്കളും മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള ആളുകൾ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിലും അതിനുശേഷം വന്ന കസ്തൂരി രംഗനും അതിനുശേഷമുള്ള കോശിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ അതൊന്നും കണക്ട് ചെയ്യാവുന്ന ലിങ്ക് അല്ല. 100 വർഷത്തെ കാര്യം പറയല്ല, 10 വർഷം കൊണ്ടുണ്ടാകാൻ പോകുന്ന അല്ല മിഥുൻ. അത്തരം കാര്യങ്ങൾ മാധവ് ഗാഡ്ഗിലിന്റെയോ കസ്തൂരി രംഗന്റെയോ കോശിയുടെയോ ഒന്നും പഠനങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട, ലിങ്ക് ചെയ്യേണ്ട അവസ്ഥയല്ല വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത്. അത് ഒരു മണ്ണിനും ഭൂമികയ്ക്കും താങ്ങാവുന്നതിനപ്പുറത്തെ മഴ മണിക്കൂറുകൾ കൊണ്ട് പെയ്തതിലെ അത് വിങ്ങിപ്പൊട്ടലാണത്. അത് ഒരുപക്ഷെ ആർക്കും തടയാനാകില്ല. അത് അമേരിക്കയിൽ സംഭവിച്ചാൽ പോലും.
മേഘവിസ്ഫോടനങ്ങളിലൂടെ ഒക്കെ ആകും മഴ, വെള്ളം വന്നിറങ്ങുകയായിരുന്നു. ആ ഒരു സാഹചര്യമാണുള്ളത്. ഇതൊക്കെ ഇതാണ് ഇതിന്റെ യുക്തി ഞാൻ പറയാം. അല്ല മിഥുൻ, ഒരു ന്യായീകരണമില്ല. കേരളത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, പാവം ജനതയ്ക്ക് വേണ്ടിയാണ്. നോക്കൂ മിഥുൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മഴയോ ഇതൊന്നുമല്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ചെയ്യാനുള്ള സഹായം അർഹതപ്പെട്ടത് നൽകിക്കൂടെ? അതിനെന്തിനാണ് സാങ്കേതികത്വം പറയുന്നത്? പക്ഷേ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന നിലപാട്, അത് ഓക്കെ, അതിനോട് എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ അത് ചെയ്യില്ല, ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾ അൺസയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യും. അവിടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം വേണ്ടതൊക്കെ ചെയ്തു കൊള്ളണം. ആ നിലപാടാണ്. കേന്ദ്രം ഔദാര്യമല്ല. ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം ആ ക്രമാനുഗതമായി ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം തന്നാൽ മതി എന്നാണ് പറയുന്നത്. 1 രൂപ കൊണ്ടുപോകുമ്പോൾ 40 പൈസ താഴെ എവിടെ തരുന്നത്? അതാണ് ഇതിന്റെ അവസ്ഥ. അതാണ് മലയാളിയായിട്ട് പോലും താങ്കളുടെ മസ്തിഷ്കത്തെ തിമിരബാധ ബാധിക്കുന്നത് ആ ചിന്തയാണ്. വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, വയനാടിന് ഈ തുക അർഹതപ്പെട്ടതാണോ? മിഥുന്റെ ഭാഷ്യത്തിൽ ഈ തുക വയനാടിന് അർഹതപ്പെട്ടതാണോ? താങ്കൾക്ക് അജിംഷാദെ, ഇവിടെ വയനാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്? ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ താങ്കൾ പറയാം അതൊക്കെ സംഭവിക്കാതെ. അല്ലല്ല, യഥാർത്ഥ പ്രശ്നം എന്താണ്? അവർക്ക് സഹായം കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. മിഥുൻ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, അവർ ഈ സഹായത്തിന് അർഹരാണോ? ഈ 3 വാർഡോ 3 ഗ്രാമോ ഏത് ഭാഷയിൽ പറഞ്ഞാലും അർഹരാണ്. പക്ഷേ അത് മതി. അത് ചോദിക്കൂ. യഥാർത്ഥ ചോദ്യം അത് എത്തിച്ചത് ആരാണ് എന്നുള്ളത് ഇല്ലില്ല, അതിന് ഉത്തരവില്ലാതെ അത് ഈ പ്രകൃതിക്ക് ഒരു ഇന്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് മഴ അധികമായി പെയ്തുകൊണ്ട് സംഭവിച്ചതാണ്. അതായത് ഈ അവിടെ പെയ്ത മഴ ഏത് വലിയൊരു ടാങ്കിൽ നിറച്ചാൽ അത് ഒഴുകിപ്പോകാൻ, അതായത് ഒരു ഡാമിൻ്റെ, നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഷട്ടറിൻ്റെ അത്രയും വലിയൊരു പാളിയിലൂടെ അത് ഒഴുകിപ്പോകാൻ എടുക്കുന്നത് 21 ദിവസമായിരിക്കും അവിടെ പെയ്ത മഴ ഒരു ദിവസം. അപ്പോൾ അത് താങ്ങാനാകില്ല. അതൊക്കെ സ്റ്റഡികളിലൂടെ ബോധ്യപ്പെടുകയും അതൊക്കെ എത്തിയ കാര്യങ്ങളുമാണ് മിഥുൻ. വെറുതെ നമ്മൾ ഈ പാവങ്ങളുടെ സഹായം നിഷേധിക്കാൻ എന്തിനാണ് ഈ കക്ഷി രാഷ്ട്രീയം പറയുന്നത്? അതെ, പാരലൽ ലൈൻസ് നെവർ കൊളൈഡ്. ഓക്കെ, അതെ, ജേർണലിസ്റ്റ് ആയതുകൊണ്ടാണ് ആ അറിവിന്റെ ഭാഗമായി ഞാനത് ചോദിക്കുന്നത്. പക്ഷെ താങ്കൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ താങ്കൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് തിമിരം ബാധിച്ചു. ഈ ഒരു വിഷയത്തെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല. താങ്കൾക്ക് ഇതിൽ പോലും രാഷ്ട്രീയം കലർത്തണം. ശരി, അതെ, അതാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ മിഥുൻ, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ ഗതികേടിലേക്ക് എത്തിച്ച കേരള സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് താങ്കൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ അത്ര നേരമായിട്ട്. അല്ല, അപ്പോ ഇന്ത്യയിൽ UP-യിൽ അടക്കമുണ്ടായ പ്രളയമോ അതൊക്കെ ആരുടെ പ്രശ്നമാണ്? യോഗി ആദിത്യനാഥിന്റെ ശാസ്ത്രീയ പ്രശ്നമാണോ? UP-യിലെ പ്രളയം എങ്ങനെയായിരുന്നു? UP-യിൽ രാമക്ഷേത്രത്തിൽ നിന്നിരുന്ന സ്ഥലങ്ങളിൽ പോലും വെള്ളം കയറി, റോഡുകൾ ഒലിച്ചുപോയി. അതൊക്കെ യോഗി ആദിത്യനാഥിന്റെ അശാസ്ത്രീയ വികസനമായിരുന്നോ? അതിനൊക്കെ ഉത്തരം പറയേണ്ടത് മോദിയാണോ? അജിംഷാദെ, ഒരു സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഞാൻ കുറ്റം പറയും. അത് യോഗി ആദിത്യനാഥ് ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും. എവിടെ ജനങ്ങൾക്ക് പ്രശ്നം വരുന്നോ, എവിടെ എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള അർബൻ പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ട് പ്രശ്നം വരുന്നോ, അല്ലെങ്കിൽ മിഥുൻ ഈ സഹായം നിഷേധിക്കുന്ന കേന്ദ്രത്തെ ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സഹായം ലഭിക്കേണ്ട, അവരർഹിക്കുന്ന സഹായം ലഭിക്കുന്നുണ്ട്, ലഭിക്കണം ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് ഫാക്ച്വൽ എററാണ്. ലഭിക്കുന്നില്ല, ലഭിച്ചിട്ടില്ല ഇതുവരെ. അല്ല, വയനാടിന് അർഹതപ്പെട്ട, ജനങ്ങൾക്ക് അർഹതപ്പെട്ട എന്ത് തന്നെയാണെങ്കിലും അത് അവർക്ക് ലഭിക്കുക. തീർച്ചയായും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് മിഥുൻ. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് മിഥുൻ്റെ വാക്കുകൾ വ്യക്തമാക്കി. തീർച്ചയായും എന്തായിരുന്നാലും ഈ അവസ്ഥ കേരളത്തിലെ MP-മാർ രാജ്യത്തെ സംബന്ധിച്ച് ഉയർത്തിക്കാട്ടുന്നു. ഇങ്ങനെ രാഷ്ട്രീയം നോക്കി അർഹതപ്പെട്ട സംസ്ഥാനങ്ങളുടെ വിഹിതം, അതും അർഹതപ്പെട്ട സമയങ്ങളിൽ നിഷേധിക്കുന്നതിനെതിരെയാണെന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. ഒപ്പം തൃശ്ശൂരിലെ BJP MP അവിടെ ഇരുന്ന് പരിഹാസാംഗ്യം കാണിച്ചതും വിമർശനത്തിന് വിധേയമായി. ഇതാണ് നാം ചർച്ച ചെയ്തത്. തീർച്ചയായും പാലക്കാട് പനയംപാടത്ത് ഉദ്യോഗസ്ഥ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. അപകടം നടന്നിടത്തെ റോഡ് നിർമ്മാണത്തിൽ, ദേശീയപാതയിലുണ്ടായ റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം ദേശീയപാതാ അധികൃതർക്ക് പരാതി നൽകിയിരുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. അത് പരിഹരിക്കാൻ NHIയോട്
ആവശ്യപ്പെട്ടിരുന്നു. NHI പണം അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പണം നൽകുമെന്നും വിഷയത്തിൽ ഒരാശങ്കയും വേണ്ടെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ MLA മാഡത്തിൻ്റെ ഒരു പരാതി 2021 ജൂലൈ മാസത്തിലാണത്. അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്, MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവർ ചെയ്യേണ്ടതാണ്, അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണത്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്, ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. ഹൈവേ അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വെള്ളിക്കാട് കൂടി ചേരുകയാണ്. സച്ചിൻ, അതായത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ വലിയ അവഗണന, വലിയ കെടുകാര്യസ്ഥത ഈ വിഷയത്തിലുണ്ട്. കോങ്ങാട് MLA ശാന്തകുമാരി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പല കാര്യങ്ങളും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിലെ അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട്. പക്ഷേ 4 ജീവനുകൾ പൊലിയേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാനം അത് കേന്ദ്രം ചെയ്തില്ലെങ്കിൽ പോലും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നലെ കളക്ട്രേറ്റിൽ എടുത്ത തീരുമാനങ്ങളുടെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നു. അവിടെ സംസ്ഥാന സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി ഒഴുകുകയാണ്. സംഭവ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് ഗണേഷ് കുമാർ വണ്ടി ഓടിച്ചു നോക്കി അടക്കം കാര്യങ്ങൾ പരിശോധിച്ചത്. സച്ചിൻ, എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് സ്ഥലം സന്ദർശിച്ച KB ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടാകുന്നില്ല എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് 2022 നിലവിലെ കോങ്ങാട് MLA, സ്ഥലം MLA കൂടിയായിട്ടുള്ള കോങ്ങാട് MLA ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ നിയമസഭയിൽ അടക്കം ഉന്നയിച്ച് ദേശീയപാത അതോറിറ്റിയെ അടക്കം അറിയിച്ചിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല. അതാണ് ദേശീയപാത അതോറിറ്റിയുടെ അലംഭാവം അടക്കം ഉള്ളത് കൊണ്ടാണ് ഈ അപകടങ്ങൾ നിരന്തരം ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഉണ്ടാകുന്നതിന് പ്രധാന കാരണമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു ജീവൻ പൊലിയാനുള്ള യാതൊരുവിധ കാരണവശാലും കാരണങ്ങൾ ഈ ദേശീയപാതയിൽ ഉണ്ടാവാൻ പാടില്ല. അതിനാൽ തന്നെ കൃത്യമായ പരിഹാര നടപടികൾ സംസ്ഥാന സർക്കാർ നടത്തുമെന്ന കാര്യം ഗണേഷ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ഈ അപകട മേഖലകളായിട്ട് ചില മേഖലകൾ മന്ത്രി തന്നെ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ആ മേഖലകളിലടക്കം ട്രാഫിക് നിയന്ത്രണം, അതേപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കൽ, മറ്റ് ഡിവൈഡറുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രാഥമികമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അപകടം നടന്ന മേഖലയിൽ ചില അശാസ്ത്രീയമായ പാർക്കിംഗ് ആണ് നിലവിൽ ഈ മേഖലകളിലുള്ളത്. അത് ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഗതാഗതം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇരുവശങ്ങളിലുമായി പാർക്കിംഗ് ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള പാർക്കിംഗ് ആണ് ഈ അപകടം നടന്ന മേഖലയിലുള്ളത്. അതിനാൽ തന്നെ ആ പാർക്കിങ്ങുകളൊക്കെ മാറ്റണം എന്ന കാര്യം മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടുകാരോടും ഈ നിലവിലെ പാർക്കിംഗ് സിസ്റ്റത്തിൽ മാറ്റം വരുത്താൻ സഹകരിക്കണം എന്ന കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാർ നേരിട്ട് വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗതാഗത പ്രശ്നങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണം തുടങ്ങിയവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളും. ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ വീട് മന്ത്രി സന്ദർശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ
സർക്കാർ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഒരു വിദ്യാർത്ഥിക്ക് വീടില്ല, ആ വിദ്യാർത്ഥിക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുമായി നിലവിൽ ആലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പുറമ്പോക്ക് ഭൂമി അടക്കം കണ്ടെത്തി ഈ റിദ ഫാത്തിമ എന്ന മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വീട് വെക്കാനുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തുമെന്ന കാര്യം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിംഷാദ്, ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പാലക്കാട് ഇന്നലെ സർവകക്ഷി യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നിലവിൽ ഈ അപകട മേഖലയിലെ പ്രശ്നങ്ങൾ അടിച്ച് എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമഗ്രമായ വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. വിഴിഞ്ഞം തുറമുഖത്തെ VGFലെ വിചിത്ര മാനദണ്ഡം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. VGF ഗ്രാൻഡിൻ്റെ കാര്യത്തിലുള്ള പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം ആ റിപ്പോർട്ടൊന്ന് കാണാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചത്. കേന്ദ്ര സർക്കാർ VGF ഗ്രാന്റിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനമന്ത്രാലയം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. പുതിയ നിലപാട് റദ്ദാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തോട് അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ VGF ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി 817.80 കോടി രൂപയാണ് VGF ആയി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത്. ഈ തുക ലഭിക്കണമെങ്കിൽ VGF കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണം എന്നുള്ള നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ടുവെച്ചത്. അതായത് VGF ആയി കേന്ദ്രം നൽകുന്ന 817.80 കോടി രൂപ 12,000 കോടി രൂപയായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടി വരിക. VGF വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് ഇത് ഒറ്റത്തവണ ഗ്രാന്റായി നൽകുന്നതാണ്. അത് വായ്പയായി പരിഗണിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പുതിയ നിലപാട് VGFന്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞവും അർഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ സൂചിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാൻഡായി അനുവദിക്കുന്നത് ഇത്തരത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചത് തൂത്ത്കോൺ തുറമുഖത്തിൻ്റെ കാര്യം പറയുന്നു ഷീജ. അപ്പോൾ 12,000 817 കോടിക്ക് തിരിച്ചടയ്ക്കേണ്ട ഒരു ബാധ്യത, അവിടെയും കേരളത്തോടുള്ള വൈര്യനിര്യാതന ബുദ്ധി. മുഖ്യമന്ത്രി ഇന്ന് വിശദമായി ഇക്കാര്യങ്ങളൊക്കെ കാട്ടിയാണ് കത്തെഴുതിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ജിംഷാദ്, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സംസ്ഥാനം വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തി, പ്രത്യേകിച്ചും കേന്ദ്ര ധനമന്ത്രാലയത്തിൽ ചെലുത്തി. പക്ഷേ കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം തയ്യാറാകാത്തൊരു സാഹചര്യമാണ്. കേരളത്തിന്, അതായത് വിഴിഞ്ഞത്തിന് വേണ്ടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാൻഡായി അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാണ്. പക്ഷേ അത് പല തവണകളായി തിരിച്ചടയ്ക്കണം. അത്തരത്തിൽ തിരിച്ചടയ്ക്കുന്ന ഒന്നാണെങ്കിൽ പിന്നെ അത് വായ്പയായി മാറുകയാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അപ്പോൾ അത്തരത്തിലുള്ള വായ്പ സംസ്ഥാനത്തിന് ആവശ്യമില്ല, മറിച്ച് ഗ്രാന്റ് ആണ് ആവശ്യം. കാരണം VGF എന്ന് പറയുന്നത് ഗ്രാൻഡ് ആയിട്ടാണ് എല്ലാവർക്കും അനുവദിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞത്തിന്റെ കാര്യം എത്തുമ്പോൾ അത് അങ്ങനെയല്ല ഉണ്ടാകുന്നത്. കേരളത്തോട് മറ്റൊരു സമീപനം, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള തൂത്തുക്കുടി തുറമുഖത്തിനോട് ഉള്ളൊരു സമീപനം അവർക്ക് VGF ഗ്രാൻഡായി തന്നെ അനുവദിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തൂത്തുക്കുടിക്ക് നൽകുന്ന പരിഗണന കേരളത്തിന് നൽകണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഇതെല്ലാം കേന്ദ്ര ധനമന്ത്രാലയം പരിഗണിക്കാതെ തള്ളിക്കളയുന്ന ഒരു ഘട്ടത്തിലാണ്. ഇത് ശരിയായ നിലപാടല്ല, ഇതിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര ധനമന്ത്രാലയത്തിന് തന്നെ കീഴിലുള്ള എംപവേർഡ് കമ്മിറ്റിയാണ് ഇത്തരത്തിൽ 817.80 കോടി രൂപ കേരളത്തിന് ഗ്രാൻഡായി VGF ഗ്രാൻഡായി അനുവദിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളത്. VGF ഗ്രാൻഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നടപടി. ഇത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം
പിൻവലിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി ഇതിൽ അത് ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഷീജ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം 60 പൈസയോളം കേന്ദ്രത്തിന് പോകുമ്പോൾ വെറും 3 പൈസയിൽ താഴെയാണ് സംസ്ഥാനത്തിന് ഈ തുറമുഖത്തിൽ നിന്ന് നേട്ടം കിട്ടുക. എന്നിട്ടാണ് ഗ്രാൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് കേരളത്തിന് മാത്രമായി ഇത് വായ്പയാക്കി മാറ്റുന്ന ക്രൂരത കാട്ടുന്നത് അല്ലേ ഷീജ? ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ കത്തിൽ പ്രതിഫലിച്ചു. തീർച്ചയായും അജിംഷാദ് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ 817 കോടി രൂപ എന്ന് പറയുന്നത് അത് BGF ഗ്രാന്റായി സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കുകയാണെങ്കിൽ അതിന്റെ വാണിജ്യ തലത്തിലെ തുറമുഖത്തിന്റെ വാണിജ്യ തലത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ കേവലം 1 വർഷം കൊണ്ട് ഇതിന്റെ ഇരട്ടി കേന്ദ്രത്തിന് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. അത്രത്തോളം വലിയ രീതിയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേന്ദ്രത്തിനാണ് ഗുണം ചെയ്യുന്നത്. എന്നിരിക്കെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് കേരളമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. പക്ഷേ അതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. അജിംഷാദ്. ശരി ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. VGF ഫണ്ടിനെ അത് ഗ്രാൻഡാക്കേണ്ടത് വായ്പയാക്കി മാറ്റുകയും സംസ്ഥാനത്തെ ദ്രോഹിക്കുകയും ചെയ്യുന്ന നടപടി, അത് തൂത്തുക്കുടി തുറമുഖത്തിന് തൊട്ടപ്പുറത്തുള്ള തൂത്തുക്കുടി തുറമുഖത്തിന് ഗ്രാൻഡായി അനുവദിക്കുന്നു, കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിന് അത് കടമായി വായ്പയായി അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദ്രോഹം. 817 കോടി നൽകുമ്പോൾ 12,000 സംസ്ഥാനം തിരിച്ചടക്കേണ്ടി വരുന്നു. ഈ തുറമുഖം കൊണ്ട് കൂടുതൽ ഗുണം കേന്ദ്രത്തിനാണ് GST അടക്കം വഴി ഉണ്ടാവുക. എന്നിരിക്കെയാണ് സംസ്ഥാനത്തിന് വെറും 3 പൈസ കിട്ടുമ്പോൾ കേന്ദ്രത്തിന് 60 പൈസയോളം കിട്ടും. എന്നിരിക്കെയാണ് കേരളത്തിന് മാത്രമായി പ്രത്യേക മാനദണ്ഡത്തിൽ വായ്പ ആക്കി മാറ്റുന്നത് ഗ്രാൻഡായി അനുവദിക്കേണ്ടത്. ഇതാണ് മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാണിച്ചത്. VGFൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു, വിചിത്രമായ വാദവും ഇടപെടലുമാണ് എന്നത് മാത്രമല്ല ഇതിൽ പൊതുനയത്തോടുള്ള അവഗണന, പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ അടിവരയിടുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഷീജ നൽകിയത്. പുഷ്പ 2 സിനിമ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ഇന്ന് രാവിലെയാണ് ജയിൽ മോചിതരായത്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ ലഭിച്ചുവെങ്കിലും ജയിലിൽ അത് ഔദ്യോഗികമായി എത്താത്തതിനാലാണ് അല്ലു അർജുൻ്റെ മോചനം വൈകിയത്. താരത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ഭർത്താവ് കേസ് പിൻവലിക്കാമെന്ന് അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം ആ റിപ്പോർട്ടൊന്ന് കാണാം. ഡിസംബർ 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പുഷ്പ 2 പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത്. സംഭവത്തിൽ ഇന്നലെ ഉച്ചയോടെ ജൂബിലി ഹിൽസ് വീട്ടിലെത്തിയാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നാലെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി താരത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടു. എന്നാൽ തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. താരത്തിന്റെ അറസ്റ്റിനു പിന്നാലെ നിരവധി ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അറസ്റ്റിനു പിന്നാലെ തന്നെ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും ഉത്തരവ് ജയിലിലെത്താൻ വൈകിയെന്ന കാരണത്താൽ അല്ലു അർജുന് ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു. പ്രദർശനത്തിനു പോയാൽ ഇത്തരമൊരു സംഭവം നടക്കുമെന്ന് നടന് അറിയാമായിരുന്നെന്ന തെലങ്കാന സർക്കാരിന്റെ വാദം തള്ളിയ കോടതി അല്ലുവിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വാദത്തിലൂടെ ഉയർത്തിക്കാട്ടി. നടനാണെങ്കിലും പൗരനെന്ന നിലയിൽ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും താരത്തിനുണ്ട്. മാത്രമല്ല മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം താരത്തിന്റെ പേരിൽ നിലനിൽക്കുകയില്ലെന്നും കോടതി പറഞ്ഞു. യുവതി മരിച്ച സംഭവത്തിൽ താൻ അത്യന്തം ദുഃഖിതനാണെന്നും കുടുംബത്തോടൊപ്പം ഇപ്പോഴും ഉണ്ടാകുമെന്നും അല്ലു അർജുൻ ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. Very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. We went to watch a movie and due to an unfortunate accident there's been a loss of a person, and we're always very sorry for whatever's genuinely happened. Never something like this has ever happened. It is purely accidental, purely unfortunate, and I will be there for the family to support them. News Desk, കൈരളി ന്യൂസ്. തീർച്ചയായും അല്ലു അർജുൻ ഇങ്ങനെ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ കഴിയേണ്ടി വന്നത് സാങ്കേതികവും ഔദ്യോഗികവുമായി ആ ഉത്തരവ് ജയിലിലെത്താത്തതുകൊണ്ടാണ്. അത് വലിയ വിമർശനത്തിന് പാത്രമായിട്ടുണ്ട്. മാത്രമല്ല അല്ലു അർജുൻ്റെ ആരാധകർ കൂടിയ സാഹചര്യത്തിൽ പിൻവാതിലൂടെയൊക്കെയാണ് അല്ലു അർജുനെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ ആദ്യം നടത്തിയിരുന്നത്. മാത്രമല്ല അല്ലു അർജുനൊപ്പം അറസ്റ്റായ തിയേറ്റർ ഉടമകൾ അടക്കമുള്ളവരെയും
ഉള്ളവർക്കും ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ അത് ഒരുപക്ഷെ വാർത്തകളിൽ ഇടം പിടിക്കാതെ പോകുന്നത് അല്ലു അർജുൻ്റെ തിളക്കം കൊണ്ട് മാത്രമാണ്. മാത്രമല്ല അല്ലു അർജുൻ ഈ മരിച്ച യുവതിയുടെ ഭർത്താവ് ഈ കേസ് പിൻവലിക്കാമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുന്ന കാഴ്ച കൂടി നാം കാണുന്നുണ്ട്. പക്ഷേ അല്ലു അർജുൻ നേരിട്ട് ഇടപെടാത്തൊരു വിഷയത്തിൽ ഇങ്ങനെ ശിക്ഷിക്കണമോ എന്ന ചോദ്യങ്ങൾ ഉയർത്തി സോഷ്യൽ മീഡിയയിലടക്കം, അത് പ്രത്യേകിച്ച് തെലുങ്ക് സിനിമാ മേഖലയിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇതിനകം തന്നെ. എന്തായിരുന്നാലും അതിൻ്റെ സമഗ്രമായ റിപ്പോർട്ടാണ് നാം കണ്ടത്.